ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു കറണ്ട് അഫെയർ ഷോർട്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളൊക്കെ അവസാനിച്ചു. ഒരു വർഷം നടക്കുന്ന പ്രധാനപ്പെട്ട 4 ടെന്നീസ് ടൂർണമെൻറ്റുകളെയാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം എന്ന് പറയുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ ആൻഡ് US ഓപ്പൺ. അപ്പോൾ ഈ 4 ടൂർണമെൻറ്റിനെയും വിന്നേഴ്സിനെ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കോഡാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചിരിക്കുന്നത് ജാനിക് സിന്നറാണ് പുരുഷ വിഭാഗത്തിൽ. ഇനി വനിതാ വിഭാഗത്തിൽ മാഡിസൺ കീയാണ്. ഫ്രഞ്ച് ഓപ്പൺ ജയിച്ചിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ കാർലോസ് അൽക്കാരിസ് ആണ്. അതുപോലെ വനിതാ വിഭാഗത്തിലാണെങ്കിൽ കൊക്കോ ഗോഫാണ്. വിംബിൾഡൺ ജയിച്ചിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ ജാനിക് സിന്നറാണ്. വനിതാ വിഭാഗത്തിൽ ഇഗ സ്വിറ്റെയ്ഗാണ്. US ഓപ്പൺ ജയിച്ചിരിക്കുന്നത് പുരുഷ വിഭാഗത്തിൽ കാർലോസ് അൽക്കാരിസ് ആണ്. അതുപോലെ വനിതാ വിഭാഗത്തിലാണെങ്കിൽ ആര്യാന സെബലങ്ക. ഇനി ഇതെങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് നോക്കാം. പുരുഷ വിഭാഗത്തിൽ പ്രധാനമായിട്ടും 2 പേരുടെ പേര് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഒന്നാമത്തത് ജാനിക് സിന്നറും രണ്ടാമത്തത് കാർലോസ് അൽക്കാരിസും. ഇനി ഓസ്ട്രേലിയൻ ഓപ്പണും വിംബിൾഡണും നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾഡൺ, ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. നമ്മൾ ഓസിന് കുറച്ച് വിംബാർ അടിച്ചു മാറ്റിയെന്ന് വിചാരിക്കാം. ഓസിന് വിംബാർ അടിച്ചു മാറ്റി. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെങ്കിലും വിംബിൾഡൺ ആണെങ്കിലും വിന്നർ ആയിരിക്കുന്നത് ജാനിക് സിന്നറാണ്. ഈ അടിച്ചു മാറ്റുക എന്ന് പറയുന്നത് ഒരു പാപമാണ്, ഒരു സിന്നാണല്ലേ. അപ്പോൾ ജാനിക് സിന്നർ എന്നുള്ള പേര് ഓർത്തിരിക്കുക. ഇനി ഓസ്ട്രേലിയൻ ഓപ്പണിൽ വനിതാ വിഭാഗം ജയിച്ചത് ആരാന്ന് നമുക്ക് നോക്കാം. ഈ തെറ്റ് ചെയ്യുന്നവർ, സിൻ ചെയ്യുന്നവർ അവസാനം നമ്മൾക്ക് എന്തായിരിക്കും, മാഡായി പോവും അല്ലേ. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസിന് സംഭവങ്ങൾ അടിച്ചു മാറ്റുന്നവർ മാഡായി പോവും. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗത്തിൽ മാഡിസൺ കീ. ഇനി വിംബാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇഴുകി പോവും അല്ലേ. അപ്പോൾ വിംബിൾഡണിൽ വനിതാ വിഭാഗത്തിൽ ജേതാവായിരിക്കുന്നത് ഇഗ സ്വിറ്റെയ്ഗാണ്. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണുമാണ്. ഫ്രഞ്ചുകാരും US കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ കാറിലാണ് പോകുന്നതെന്ന് ഓർക്കാം. കാർലോസ് അൽക്കാരിസ് പുരുഷ വിഭാഗത്തിൽ കാർലോസ് അൽക്കാരിസ്. ഇനി നമുക്ക് വനിതാ വിഭാഗത്തിലുള്ള 2 പേരെ ഓർത്തിരിക്കണം. അതെങ്ങനെ കണക്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ പറയില്ലേ. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റ് എന്താണ്, ഒരു ഫുഡ് ഐറ്റാണ്. അതിൽ കുറച്ച് കൊക്കോ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ആലോചിക്കാം. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ വിന്നർ ആയിരിക്കുന്നത് വനിതാ വിഭാഗത്തിൽ കൊക്കോ ഗോഫാണ്. ഇനി US-ൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ആര്യാന സെബലങ്കയാണ്. അപ്പോൾ US-ൻ്റെ മറ്റു പേരെന്താ, അമേരിക്ക എന്നും കൂടി പറയും. അപ്പോൾ അമേരിക്ക അരിയാന സെബലങ്ക. അപ്പം ഇങ്ങനെയാണ് കണക്ട് ചെയ്ത് നമുക്ക് ഈ പേരുകൾ ഓർത്തിരിക്കാൻ സാധിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫിനിറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്